ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു സജസ്റ്റഡ് ടോപ്പിക്കാണ്. ഇന്ന് ഒത്തിരി നാളായിട്ട് നമ്മളൊരു പയൽ റീഡിങ് എടുത്തിട്ട്, അപ്പോൾ ഇന്നൊരു പയൽ റീഡിങ് ആകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടുന്ന ഒരാൾ തന്നെയാണോ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരേണ്ടുന്ന ആ ഒരു ആള് തന്നെയാണോ, ആ റൈറ്റ് പേഴ്സൺ തന്നെയാണോ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത്, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 കാർഡുകളാണ് വെച്ചിട്ടുള്ളത്. ഗ്രീൻ കളറും വെച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ യെല്ലോ കളറും വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പയൽ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ റീഡിങ്ങിലും പറയുന്ന പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു റീഡിങ് നിങ്ങൾ കണ്ടിട്ട് ഒരിക്കലും ഒരു ഡിസിഷനും എടുക്കാനായിട്ട് നിൽക്കരുത്. ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. ഇനി ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു നിമിഷം മുതൽ ആ ഒരു തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങളത് ഒന്ന് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കളറ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നിയ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രീൻ കളറിൻ്റെ റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഗ്രീൻ കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടുന്ന ഒരാൾ തന്നെയാണോ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത്? ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു പേഴ്സൺ, ആ ഒരു പേഴ്സൺ തന്നെയാണോ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടിയിരുന്ന വ്യക്തി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടും. നമ്മൾ ഒത്തിരി കാർഡുകൾ എടുക്കുന്നില്ല, മൊത്തം ഒരു 5 കാർഡ്സ് ആണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ റീഡിങ് ഒത്തിരി സമയം അങ്ങനെ നീണ്ടുപോകും നമുക്ക്. ഓക്കെ, മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 3 ഓഫ് വൺസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളറ് ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങളോട് ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നോ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങളോടൊപ്പം പങ്കിടേണ്ടുന്ന ഒരു വ്യക്തിയല്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വരേണ്ടുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ അവരോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും, അല്ല ഇനി സെപ്പറേഷനിലുള്ളവരാണ്, ഇനി ഒരിക്കലും കാണില്ലാത്ത രീതിയിൽ സെപ്പറേറ്റഡ് ആയി പോയ വ്യക്തികളാണ്, നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഏതിലിരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഭാവിയിൽ ഫ്യൂച്ചറിൽ വരിക എന്നുള്ളൊരു കാര്യം. അത് ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയല്ല ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ഒരു ചീറ്റിംഗ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇമോഷണലി ചീറ്റഡ് ആയിട്ട് വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ, ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ ഹർട്ട് ചെയ്ത് പോയിട്ടുള്ള കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ, അതിൻ്റെ ഒരു ഇരയായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ
നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സെപ്പറേറ്റഡ് ആയി പോയ ഒരു വ്യക്തി അല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കുള്ള ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. താമസിക്കാതെ തന്നെ അവർ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ അപ്സെറ്റ് ആണ് എന്നൊക്കെ കാണുന്നുണ്ട്. ഒത്തിരി വേദന അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു കുറച്ച് ആളുകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇങ്ങനെ തള്ളി പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ആളുകൾക്കും ഇനി ഫ്യൂച്ചറിൽ ചില പ്രശ്നങ്ങൾ വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. അതിനുശേഷം നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അതാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടുന്ന വ്യക്തി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് കാർഡിൽ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഒത്തിരി ആളുകൾക്കും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾക്കും ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഇമോഷണലി പെയിൻ ആയിട്ടുള്ള ആ ഒരു ഹർട്ട് ചെയ്ത് അവഗണിച്ച് ഒറ്റപ്പെടുത്തി നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡിലും ഒരു ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ എന്ന പേഴ്സൺ വിചാരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ഇപ്പോൾ പ്രസന്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം. അതായത് 1-2 റിലേഷൻഷിപ്പിലൊക്കെ കടന്നു വന്ന വ്യക്തികൾ ഈ റീഡിങ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ തന്നെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനുശേഷം വീണ്ടും അതൊന്ന് സോൾവ് ആയി ഓക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ് പോകുന്നു, പിന്നീടും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് അതൊന്ന് സോൾവ് ആയി സ്മൂത്ത് ഗോയിങ് പോകുന്നു. അപ്പൊ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്, ഇത് വിട്ടിട്ട് പോകണം, വയ്യ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമെങ്കിലും വീണ്ടും ഈ പേഴ്സൺ വരുന്നു, നിങ്ങൾ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് പിന്നെ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു നെക്സ്റ്റ് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വീണ്ടും വിചാരിക്കും ഇത് വളരെ ടോക്സിക് ആണ്, ഇതിനെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്ത റിലേഷൻഷിപ്പിൽ വരുമ്പോഴും അതും ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം ഇത്രയും ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അടുത്തതിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അതും ഒരു ബാഡായ സിറ്റുവേഷൻ ആണ്, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോർത്ത് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് 8 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ട ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിക്കുകയും യാതൊരു ചീറ്റിങ്ങും നിങ്ങൾ ചെയ്തില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ചീറ്റ് ചെയ്തു പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. ആ ഒരു വിഷമം യൂണിവേഴ്സ് മനസ്സിലാക്കുന്നു, നിങ്ങൾക്കായിട്ട് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് പേ ഓഫ് കിട്ടുന്നതാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള റിസൾട്ട്, റിവാർഡ് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ അതേ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വന്നു ചേരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ് ആണ് പിന്നീട് നമുക്ക് ഇടുന്നത്. ആ ഒരു പേഴ്സൺ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ ആ ഒരു നിങ്ങളെന്ന വ്യക്തി ഒരു കമ്പാഷനും സിമ്പതിയും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അത്തരത്തിൽ തന്നെ സെയിം ഫീലിങ്സോടുകൂടി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. കൂടുതലും ആളുകൾ ഒരു വളരെ കെയറിങ് ആയിട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ ക്യാരക്ടറുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണുന്നത്. ഇനി ആ ഒരു സെയിം രീതിയിലുള്ള ആളുകളാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് എങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ വളരെ കെയറിങ് ആയിട്ട് ഇമോഷണലി നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടുന്നത് 3 ഓഫ് വാൻഡ്സ് ആണ്. എന്തായാലും ആ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു രാജ്യം വിട്ട് പുറത്തേക്ക് പോകാനുള്ള, അതായത് വെളി രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നുണ്ട്. സംതിങ് ബിഗ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്നു. ഒരു കംഫോർട്ട് സോണിലേക്ക്, ഈ ഒരു വിഷമവും ദുഃഖവും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു കംഫോർട്ട് സോണിലേക്ക് കിടക്കും. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള ആ ഒരു ലൈഫ് പാർട്ട്ണർ, ഒരു പങ്കാളി നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും. നിങ്ങൾക്ക്
അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. യൂണിവേഴ്സ് നല്ലൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് തരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ഒത്തിരി ബ്രീഫായിട്ട് പറയുന്നില്ല, റീഡിങ് ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 days എന്നാണ്. ജാനുവരി മന്ത്, ലെറ്റർ ബി, വൈറ്റ് കളർ, നമ്പർ 8, ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. നമ്പർ 25, മെസ്സി ഹെയർ സ്റ്റൈലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1996, നമ്പർ 24, നമ്പർ 52, നമ്പർ 5, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, നമ്പർ 54, ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നമ്പർ 36, ലെറ്റർ ജെ, ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നോക്കാം. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ റീഡിംഗ് ആണ്. യെല്ലോ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പങ്കാളിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണോ ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു പേഴ്സൺ? നിങ്ങളുടെ ലൈഫിൽ വരേണ്ടുന്ന പങ്കാളിയായിട്ട്, ലൈഫ് പാർട്ട്ണറായിട്ട് വരേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം ഈ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു വ്യക്തി എന്നാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ വരേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പങ്കാളിയായിട്ട്, നിങ്ങളുടെ ജീവിത സഖിയായിട്ട് ഒക്കെ വരേണ്ടുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ നമുക്ക് പറയാനായിട്ട് പറ്റും യെസ് എന്ന്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകാനായിട്ട് വിധിയുള്ള, അല്ലെങ്കിൽ ആകേണ്ടുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കിട്ടുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇനി വരാനായിട്ട് പോകുന്നു. ഇപ്പം നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ബാലൻസ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഒരു സെലിബ്രേഷൻ, ജോയ്, ഹാർമണി, റിലാക്സേഷൻ ഈ ഒരു മൂഡിലേക്കൊക്കെ പോകാനായിട്ട് പോകുന്നു എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് സെക്കൻഡ് കാർഡ് കിട്ടിയിരിക്കുന്നത്. ലവ്, ന്യൂ റിലേഷൻഷിപ്പ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ തന്നെയാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരും. ഇനി ഇതുവരെ അങ്ങനെ ഒരു സ്നേഹം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു സെയിം പേഴ്സൺ തന്നെയാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഇനി ഫ്യൂച്ചറിൽ വരാനായിട്ടുള്ള ആ ഒരു പേഴ്സൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ഒരാളും വരാനായിട്ട് പോകുന്നില്ല, ഈ ഒരു പേഴ്സൺ തന്നെയാണ്. ബേസിക്കലി നിങ്ങളുടെ ഇമോഷൻസിനൊക്കെ ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണ് ഇപ്പോഴെങ്കിൽ പോലും ഒരു ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ട്, ഒരു കണ്ടീഷനും ഇല്ലാത്ത രീതിയിൽ ഒരു ഓവർഫ്ലോ ചെയ്തു പോകുന്ന സ്നേഹമാണ് നമുക്ക് കൊടുക്കണം. അത്തരത്തിലുള്ള സ്നേഹവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. 2 of Wands റിവേഴ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. നല്ലൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ നിൽക്കുന്ന ആളുകൾ ഒത്തിരി പേരെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഇപ്പോൾ ഫെയിലിയറിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഒരിക്കലും ഇത് ശരിയാവില്ല എന്ന് വരെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ അല്ല എൻ്റെ ഒരു ലൈഫിൽ പാർട്ട്ണറായിട്ട് വരേണ്ടത്. കാരണം ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ശരിയാകാത്ത ഒരു രീതിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എങ്കിൽ കൂടിയും വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ക്ലിയർ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങളുടെ പേഴ്സന്റെ കയ്യിലുണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു പ്ലാൻ അവർ തയ്യാറാക്കുന്നുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരും. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിന്റെ ഒരു
ബ്ലെസ്സിങ്സും നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ന്യൂ സ്റ്റാർട്ടിലേക്ക്, ന്യൂ ബിഗിനിങ്ങിലേക്ക് ആ റിലേഷൻഷിപ്പ് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് പിന്നെ കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പോലും ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു. ഒരു അൺകണ്ടീഷണൽ ആയ ഒരു സ്നേഹവുമായി നിങ്ങളിലേക്ക് വരുന്നു. ആ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത ആ ഒരു പ്ലാനിങ് ഒക്കെ വളരെ സക്സസ് ആയിട്ട് തന്നെ നടക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത് മാസ്റ്റർ കാർഡ് നമുക്ക് പേജ് ഓഫ് കപ്സ് ആണ്. അവരുടെ മുന്നിൽ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഒരു അവർക്ക് പല പല തോന്നലുകൾ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. നിങ്ങളെ കാണാനും നേരിട്ട് കണ്ട് സംസാരിക്കാനും ഒക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ ഇവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇവർ അതൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെയായിരിക്കണം, ഈ രീതിയിൽ സെലിബ്രേഷൻ നടത്തണം, ഈ രീതിയിൽ പോകണം, അതിനുശേഷം ഒരു 2 years കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കണം. അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്, ആക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആ വരുന്ന പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സൺ, ഈ ഒരു യെല്ലോ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ആ ഒരു പേഴ്സൺ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പങ്കാളിയായിട്ട് വരേണ്ടുന്ന ഒരാൾ തന്നെയാണ് എന്ന് നമുക്ക് ഈ ഒരു റീഡിംഗ് വഴി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് വയനാട് ഡിസ്ട്രിക്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1996, number 34, number 33, number 4, 2 months, number 6, letter I, 2023, short hair, March month, 2003, 1997, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. പോലീസ്, ബ്രൗൺ കളർ, എൻകറേജസ് യു, ടോക്കറ്റീവ്, ഡാൻസ്, യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, കൈൻഡ്നസ്, letter S, cooking, (1988). അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.